ഈ വയലൻസ് കണ്ടിട്ടും അവരോട് റെസ്പെക്റ്റ് ലവും ഉണ്ട് എങ്കിൽ അത് നോർമലൈസ് ചെയ്യരുത്. ഈ റിലേഷൻഷിപ്പ് കുറെ ഷിപ്പുകളുണ്ട്. അതെ അതെ, ഒരുപാട് ഷിപ്പുകളുണ്ട്. ഞങ്ങൾക്ക് അന്ന കാലത്ത് ഒരു ഷിപ്പേ ഉള്ളൂ, പ്രണയിക്കുക, കല്യാണം കഴിക്കുക. അമ്മ പുരുഷ വിരോധിയാണ്, അറിയാൻ. ഇപ്പൊ സൈക്കോളജിക്കൽ പരമായിട്ട് ഈ ടോർച്ചർ തന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ ലവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ വേറെന്തോ ഫിയറോ, വേറെന്തോ ഒരു അടിമത്തോ, വേറെന്തോ ഇയാളില്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിങ്ങോ ഒക്കെയാണ്. സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ അതിന് ശേഷം ഡിവോഴ്സ് റേറ്റ്സിന്റെ ഒരു ഡിഫറൻസ് എന്താ? കൂടിയിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവില്ലാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും. എൻ്റെ വരുന്ന കേസുകളിൽ എല്ലാത്തിലും മിക്കപ്പോഴും ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ അതിന് ശേഷം ഡിവോഴ്സ് റേറ്റ്സിന്റെ ഒരു ഡിഫറൻസ് എന്താ? കൂടിയിട്ടുണ്ട്. ഉണ്ടല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാലേ എല്ലാവരും കുറ്റം പറയുമായിരിക്കും, ഈ റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് ഇൻഫ്ലുവൻസ് ചെയ്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിന്തിച്ചു തുടങ്ങി കുറേ കാര്യങ്ങൾ. ശരിയാണല്ലോ ഇത് പറയും. ഇപ്പം നമ്മൾ തന്നെ ലോസിനെ കുറിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടോ. ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കുടുംബശ്രീയിലും അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ പോയി ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുക, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് മിക്ക സ്ത്രീകൾക്കും അറിവില്ലായ്മ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇമോഷണലി ഹരാസ്മെൻറ്റ്, ഫിനാൻഷ്യൽ ലൂട്ടിങ്, സെക്ഷൽ വയലൻസ്, ഇതിങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവരിങ്ങനെയൊക്കെ ലോ എല്ലാവരും അറിയണമല്ലോ, എവരി വൺ ഷുഡ് നോ എന്നാണ് പറയണത്, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവില്ലാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും, മനസ്സിലായല്ലോ ശരിയാണല്ലോ, അല്ലെങ്കിൽ ഇതല്ലേ എൻ്റെ വീട്ടിൽ നടക്കുന്നത്, ഇങ്ങനെയാണല്ലോ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഐ നീഡ് ഹെൽപ്പ്, അല്ലെങ്കിൽ ഐ നീഡ് തെറാപ്പി, ഐ നീഡ് അഡ്വൈസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ലതാണോ ചീത്തയാണെന്നൊന്നും എനിക്ക് ചോദിച്ചറിഞ്ഞില്ല. പിന്നെ അറിവുണ്ടെങ്കിൽ ചൂഷണം കുറയും, അറിവില്ലായ്മയാണല്ലോ നല്ല രീതിയിൽ എല്ലായിടത്തും വിഴുങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞു. മാമിൻ്റെ സെയിം കേസ് കാര്യം, മാമിൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സിമിലർ കേസസ്, അതായത് ഇത് ലവ് മാരേജ് ആണെങ്കിൽ അത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും, അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് കേസസ്, അങ്ങനത്തെ സെയിം കേസസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇത് ലവ് ഒന്നോ അറേഞ്ച്ഡ് ഒന്നോ വിഷയമില്ല. രണ്ട് എൻ്റെ മോള് പറഞ്ഞതോ ഡെസ്റ്റിനേഷൻ സെയിം ആണ്, പക്ഷെ പാർട്ട് രണ്ടെന്നേ ഉള്ളൂ. മാരേജ് എന്ന് പറയുന്ന സാധനത്തിൽ ഒന്നിൽ ലവിലൂടെ എത്തുന്നു അല്ലെങ്കിൽ ഇതിലെത്തും. പക്ഷെ അവിടെ എത്തുമ്പം പ്രശ്നങ്ങൾ വരുന്നത് റോങ് പേഴ്സൺ കൂടെ ഉള്ളപ്പോഴാണ്, മനസ്സിലല്ലേ? റൈറ്റ് അല്ലാതെ നമുക്ക് സ്യൂട്ടാവാത്ത ഒരു പേഴ്സൺ വരുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. പിന്നെ എൻ്റെ വരുന്ന കേസുകളിൽ എല്ലാത്തിലും മിക്കപ്പോഴും ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കേസുണ്ട്, അത് എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു കേസുണ്ട്. അവിടെ ഇതേപോലെ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് അങ്ങനെയാണ്, അപ്പം സ്ഥിരം അടിയും പിടിയും ബഹളമൊക്കെയാണ്. ബട്ട് ആ കുട്ടി അത് കുറച്ച് രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ഭയങ്കര സ്നേഹവും ഭയങ്കര റെസ്പെക്റ്റുമാണ് ഈ ഫാദറിൻ്റെ അടുത്ത്. അപ്പം ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് അവർ കംപ്ലയിൻറ്റിന്, ഇത് ഞാൻ വിചാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആർക്ക് വേണോ റിപ്പോർട്ട് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു വയലൻസ് ഉണ്ട് എങ്കിൽ. പക്ഷേ ഈ കുട്ടികൾ പറയണ പോലെ ഈ വയലൻസ് കണ്ടിട്ടും അവരോട് റെസ്പെക്റ്റ് ലവും ഉണ്ട് എങ്കിൽ അത് നോർമലൈസ് ചെയ്യരുത്. അത് ട്രോമ ബോണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോളജിക്കൽ പരമായിട്ട് ഈ ടോർച്ചർ തന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ലവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ വേറെന്തോ ഫിയറോ, വേറെന്തോ ഒരു അടിമത്തോ, വേറെന്തോ ഇയാളില്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിങ്ങോ ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലല്ല, സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം അത് പറയാൻ വേണ്ടിയിട്ട്. ശ്രുതി, ഒരിക്കലും നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ അത്രമാത്രം വയലൻസ് ഉള്ള ഒരാളെ നമുക്ക് ലവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ എവിടെയോ ഒരു വിക്ടിം ആയിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും കൗൺസിലിങ്ങും തെറാപ്പിയും എടുത്തിട്ട് അത് റിയലൈസ് ചെയ്യണം. എന്താ സംഭവിക്കുന്നത്, ശരിക്കും അവിടെ ലവ് ആണോ, ശരിക്കും എന്താ, അതോ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റുമോ, അയാൾക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റും, അയാൾ കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കുക. അല്ല, അവരത് തീരെ റിയലൈസ് ചെയ്യുന്നില്ല. ഈ വൈഫാണെങ്കിൽ പോലും മനസ്സിലായി, ഇത് റിയലൈസ് ചെയ്യുന്നില്ല, ഇത് പാടില്ല. അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് അതെ. അപ്പോൾ അത് വിക്ടിമായി പോയി കഴിഞ്ഞാൽ എല്ലാം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന
അപ്പ കഷ്ണങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ വലിയ ടോർച്ചർ തരും, പക്ഷെ ഇടയ്ക്ക് വന്ന് സ്നേഹം കാണിക്കുമ്പോൾ അതിൽ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്നോട് സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഇപ്പോൾ ഈ വണ്ണം ഒരു ഡ്രസ്സ് മേടിച്ചുള്ളത് അപ്പോൾ സ്നേഹം ഉണ്ടായിട്ട്, അപ്പോൾ അതുവരെ ഇട്ട് ഉപദ്രവിച്ചതെല്ലാം ഇവർ മറക്കും. അത് സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. പക്ഷേ ഇവർ പോലും അറിയാതെ ഇവർ എല്ലാ രീതിയിലും ഇത് തകർത്തുകൊണ്ടിരിക്കും, മാനസികമായിട്ടും ശാരീരികമായിട്ടും കരിയർ വൈസും ബിഹേവിയറൽ ഇഷ്യൂസും, ഇങ്ങനെ പല പല പ്രോബ്ലംസും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റുകളും കുറച്ചുകൂടെയൊക്കെ അവൈലബിൾ ആണ്. അന്നൊന്നും ഇത്രയില്ല. ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ തന്നെ ആർക്കും ഒരു നാണക്കേട് തോന്നുന്നില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈവൻ ഞാൻ തന്നെ ചില സമയത്ത് ഒരു ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക്, ഇപ്പോൾ സിംഗിൾ അല്ലേ ഞാൻ, ചില സമയത്ത് എനിക്ക് ഈ മെനോപോസ് സമയത്തൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അതൊരിക്കലും ഒരു കുറവ് ഉറ്റോ മാനസിക രോഗമെന്നൊന്നും പറയാനും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കിടന്ന് ഇഷ്യൂ ഉണ്ടാക്കും, മനസ്സിലായില്ലേ? ബാക്കി രീതിയിൽ വന്നിട്ട് പിള്ളേരുടെ അടുത്ത് ചൂടാവും, അല്ലെങ്കിൽ കക്ഷികളുടെ അടുത്ത് വന്നിട്ട് ദേഷ്യം കാണിക്കും. അപ്പോൾ അവരെന്തിനാ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരിക്കലും, നമ്മൾക്ക് കീഴിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുക, അല്ലാതെ അവർക്ക് ടോർച്ചർ ഒരിക്കലും കൊടുക്കാൻ അതിന് ഞാൻ എതിരാ. ഓക്കെ. അപ്പം ഇതേപോലെ ഇപ്പോൾ അഞ്ജലി ഇനിയും പഠിക്കാനൊക്കെ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം വീട്ടിൽ നിന്നിട്ട് തന്നെയാണോ LLB ചെയ്യുന്നത്? അല്ല. അപ്പൊ ആ ഒരു സമയം എങ്ങനെയാ ടാക്കിൾ ചെയ്തത്? ഒറ്റയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഇവള് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നല്ലോ ആ സമയത്ത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒറ്റപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അത് അവളെയും ബാധിച്ചു. ഞാൻ എപ്പോഴും നോക്കിയാലും നിനക്ക് എന്താ അമ്മയെക്കുറിച്ച് ചിന്തയില്ലേ, അമ്മ ഒറ്റയ്ക്കല്ലേ, ഇങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ കുട്ടിക്ക് പഠിക്കണം. അവൾക്ക് ആ സമയത്താണ് അവൾ ഫ്രീഡം മീൻസ് അങ്ങനെയല്ല, ഫ്രണ്ട്സ്, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നു, ഒറ്റയ്ക്ക് അവർ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പം അതൊക്കെ അവളും അത് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ അങ്ങനത്തെ ഉള്ള ഒറ്റയ്ക്ക് ലൈഫ് അവൾ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാൻ സംഭവിച്ചു എന്നെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇമോഷണലിയും എല്ലാ രീതിയിലും എന്നെ അവൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു ഒരു സമയത്ത്. അതിൽ നിന്നൊക്കെ അവൾ മാറി. ഞാനില്ലെങ്കിലും നിൽക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ആൾ മാറിയതൊക്കെ ബാംഗ്ലൂർ പോയിട്ടാണ്. മാം എങ്ങനെയത് ഹാൻഡിൽ ചെയ്തത്? ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. പിന്നെ ഞാൻ കുറേ ക്ലബ്ബുകളിലൊക്കെ ജോയിൻ ചെയ്തു, ലേഡീസിൻ്റെതൊക്കെ വന്നിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ ജൂനിയേഴ്സിനെ കൊണ്ട് യാത്രകൾ പോകും. ചിലപ്പോൾ ഇവളുണ്ടെങ്കിൽ ഇവളും കൂടെ വരും. അങ്ങനെയൊക്കെ ഇപ്പോൾ പ്രൊഫഷൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർക്കഹോളിക്കാണ്. അതിലോട്ട് 24/7 ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടീവായിരുന്നു. ഗേൾസ് ഗ്യാങ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ അഞ്ജലിയോടാണെങ്കിൽ ഇപ്പം ഒരു ഫ്രണ്ടിനെ ഒരാൾ സ്റ്റോക്ക് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പം എന്തൊരു അഡ്വൈസ് ആയിരിക്കും ആ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നത്? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ലീഗൽ പണിഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമോ? ഇപ്പം മിക്കവാറും കാണുന്ന ഒരു ഇൻസിഡൻ്റ് ആണത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മീ ആസ് എ ലോ സ്റ്റുഡൻറ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ IPC-യിലാണെങ്കിലും BNS-ലാണെങ്കിലും there are sections സ്റ്റോക്കിങ്ങിനെ കുറിച്ച്. BNS-ൽ 78 ആണെന്ന് തോന്നുന്നു, if I'm not wrong. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറയാൻ നടക്കുന്നത് മാത്രമല്ല സ്റ്റോക്കിംഗ്. നമ്മൾ ഓൺലൈൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, നമ്മളെ ത്രെറ്റൻ ചെയ്യുക, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക, അത് എല്ലാം വരും അതിൻ്റെ അകത്ത് സ്റ്റോക്കിംഗ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ വിക്ടിംസ് ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഒരു ഭയങ്കര ഡൗണും ഡിസ്റ്റർബ്ഡും ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നിയമത്തിൻ്റെ സഹായം തേടാൻ പറ്റുന്ന ഒരു ഒഫൻസ് തന്നെയാണത്. പണിഷബിൾ ഒഫൻസ് ആണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഓഫ്കോഴ്സ് എന്തായാലും കേസായിട്ട് മൂവ് ചെയ്യൂ, എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്യൂ, അങ്ങനത്തെ രീതിയിലേ ഞാൻ പറയുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷനാണത്. ഓക്കെ. അതൊരു പുരുഷൻ അവൈൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പം ഇതേപോലെ മാമിനെ അപ്രോച്ച് ചെയ്യുന്ന കേസസിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള അല്ലാതെ ഈ കേസിൽ ആ പുരുഷന്മാർക്കൊരു പ്രശ്നം വരുന്ന രീതിയിൽ അവർക്കായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായത് വൈഫിനെ കുറിച്ച് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോ കൂടുതലും നമ്മളെപ്പോഴും ഡൊമസ്റ്റിക് വയലൻസ് ആണല്ലോ കൂടുതലും പറയാറ്, മെന്നിനൊരു നിവർത്തിയില്ല, അവരെ വൈഫിനെ കൊണ്ട് കൂടുതലും എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കൂടുതലും അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് സ്ത്രീകളാണ്. പിന്നെ എന്നും പറഞ്ഞ് മെന്നിന് അഫക്റ്റ് ചെയ്ത പ്രശ്നം വന്നിട്ടില്ല എന്നല്ല, വളരെ റെയറായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുള്ളൂ. ചിലപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ബയസ്ഡ് ആവുമെന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷെ വന്നിട്ടുള്ളതെല്ലാം ഭയങ്കരമായിട്ട് ടോർച്ചർ അനുഭവിച്ച പുരുഷന്മാരാണ്. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിരുത്ത്. അങ്ങനെ വന്നിട്ടുള്ള പുരുഷന്മാരുമുണ്ട്. പക്ഷെ ഞാൻ അവരെ കൂടെ നിൽക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വ്യക്തി ആണാണോ പെണ്ണാണോ എന്നല്ല, അനുഭവിക്കുന്ന ഒരു വിക്ടിം ലെവലിലേക്ക് പോകുന്ന ഒരാളോട് കൂടെ നിൽക്കുന്ന എന്നുള്ളത്. അങ്ങനത്തെ പുരുഷന്മാർ വന്നിട്ടുണ്ട്, പക്ഷേ വളരെ കുറവാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എന്നും പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ എനിക്ക് പൊതുവിൽ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കാരണമായിരിക്കാം 90% സ്ത്രീകളും ബാക്കി വളരെ 10% പുരുഷന്മാരും മാത്രം വരാറുണ്ട്. ഏറ്റവും കൂടുതൽ കേസസ് ഡിവോഴ്സസ് നടക്കുന്നത് ബേസിക്കലി എന്ത് റീസൺ കൊണ്ട് ഏറ്റവും കൂടുതൽ
ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. നമുക്കൊരു കോമൺ റീസൺ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഇത്രയും ഡിവോഴ്സസ് കേസുകൾ കൂടാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയത് പെൺകുട്ടികളിൽ വന്ന മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസി, കുറച്ചുകൂടെയൊക്കെ അവർ ഒരു ജെൻഡർ ഇക്വാലിറ്റി. ഞങ്ങളുടെ കാലത്ത് അങ്ങനെ പുരുഷ മേധാവിത്വം നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ആ കുട്ടികൾ അത് അല്ല, അതിൻ്റെ ആവശ്യമില്ല. മറ്റേ ആരോ പറയില്ലേ, ഇണയായും തുണയായും കീഴ്പ്പെട്ട്, ഇണയും തുണയൊക്കെ അവ കീഴ്പ്പെടാൻ വയ്യ എന്ന് പറഞ്ഞ പോലത്തെ കുട്ടികളാണുള്ളത്. അവർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അവർ അങ്ങനെ തന്നെ ആയിരിക്കണം പെൺകുട്ടികൾ. ആ കുട്ടികളുടെ മാറ്റം വേണമെങ്കിൽ നമുക്കൊരു ഫാക്ടറായിട്ട് പറയാം. നല്ലതാണ്, ഉറപ്പായിട്ടും അത് നല്ലൊരു ഇതാണ്. അതിൻ്റെ അകത്ത് പെൺപിള്ളേരെ പിടിച്ച് വലിക്കുകയല്ല ചെയ്യേണ്ടത്, ആൺപിള്ളേർ മാറുകയാണ് ചെയ്യേണ്ടത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഫാക്റ്റ് പല 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 ഫാക്റ്റ്, വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, കള്ളുകൂടി ഉണ്ടാവാം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഈ സെക്ഷുവൽ ബോണ്ടിങ് ഇല്ലാത്തതുണ്ടാവാം, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. അഞ്ജലിയുടെ ഒരു തോട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നു, ഈ ഒരു റീസൺ ഇപ്പോൾ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ ഒരു മാറ്റം, അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളുടെ മാത്രം, ഞാൻ ബയസ്ഡ് അല്ലാത്തൊരു അമ്മ പുരുഷ വിരോധിയാണ്, സത്യം കണ്ണടച്ച് പറയാൻ. ഞാൻ അങ്ങനെയില്ല, ഞാൻ കുറച്ചും കൂടെ ജെൻഡർ ഇക്വാലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നോളജ് രണ്ടാൾക്കാർക്കും കുറച്ചും കൂടെ എന്താ പറയുക, എന്താണ് വേണ്ടത്, അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രുവൽറ്റി കുറച്ചും കൂടെ അത് എന്താ ഫിസിക്കൽ ക്രുവൽറ്റി മാത്രമല്ല, ഫിനാൻഷ്യൽ ക്രുവൽറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ അങ്ങനത്തെ ഒരു ബേസിക് ഗ്രൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മിക്ക കേസുകളിലും നമ്മൾ അതൊരു ആഡ് ഓൺ ചെയ്യുന്നു എന്ന് തോന്നുന്നു. അല്ലാതെ കൂടുതലും ഡിവോഴ്സിലോട്ട് പോകുന്നത് അവരവരുടെ ഇഷ്ടങ്ങളെ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പിരിയുന്നത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാവാം തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, എന്തെങ്കിലും ത്രെറ്റനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വളരെ അതായത് അപ്പുറത്തെ ഭാഗം ഉള്ള ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ത്രെറ്റനിങ് ഒക്കെ ഉണ്ടോ? ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഫൈറ്റാണ് എപ്പോഴും നമ്മൾ, പക്ഷെ അത് പ്രൊഫഷണൽ വേയിൽ എടുക്കുക നമ്മൾ അതിൻ്റേതായിട്ട്. പിന്നെ ത്രെറ്റനിങ് എനിക്ക് ഏക്കത്തില്ല ഒട്ടും, അത് കുറച്ചുകൂടെ എനിക്ക് വാശി കയറത്തേ ഉള്ളൂ. ഞാൻ ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യും. ഇപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ വന്നിട്ട് അങ്ങനെയാണ് കേസ് എടുക്കണത് അതാണെന്നുണ്ടെങ്കിൽ ത്രെറ്റനിങ് വൈസ് വരികയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്നുള്ള ഭയങ്കര പോരാടും. അതേസമയം ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴേക്കുമാണ് കൂടുതൽ നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോഴും ഞാൻ വളരെ കാര്യമായിട്ട് പറയും, ഇറ്റ്സ് മൈ പ്രൊഫഷൻ, ഇത് എൻ്റെ തൊഴിലാണ്, അതിൽ ഞാൻ സിൻസിയറായിട്ടിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആ കക്ഷിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ കക്ഷി എൻ്റെ കൂടെ നിന്നിട്ട് നിൽക്കുന്നിടത്തോളം കാലം പാരൻസ് വരെ വന്നിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 2-3 കേസ് അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് പറ്റില്ല, മാഡം ഈ കേസ് എടുക്കരുത്, അല്ലെങ്കിൽ മാഡം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഞാൻ എപ്പോഴും ഏതൊരു കേസ് വന്നാലും എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് എൻ്റെ മോളാണെങ്കിൽ എന്ത് പറയും, അങ്ങനെ തന്നെ പറയും. അപ്പം ഞാൻ എപ്പോഴും ഒട്ടും ആ കുട്ടി പറയുവാണെങ്കിൽ അവരെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ പാരൻസ് വന്നിട്ട് മാം ഇത് കേസ് എടുത്ത് ഞാൻ എടുത്തില്ലെങ്കിൽ ആ കുട്ടി വേറൊരു അഡ്വക്കേറ്റിനെ കാണും. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത്ര പോലും സർവീസും അല്ലെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നിരിക്കില്ല. സോ ഞാൻ അവൾ പറയുന്നിടത്തോളം ഞാൻ അവളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവൾ പറഞ്ഞ് മനസ്സിലായിക്കോളും. അവൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ത്രെറ്റനിങ് കേൾക്കുകയില്ല, ഒട്ടും കേൾക്കില്ല. എനിക്ക് ഏറ്റവും ഇമോഷണലി എന്നെ ഏതെങ്കിലും രീതിയിൽ വരണതല്ലാതെ വെല്ലുവിളിക്കണയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ചുകൂടെ വാശി കയറിയുള്ളൂ. ത്രെറ്റനിങ് കേൾക്കൂല എനിക്ക്. കോർട്ടിലാണെങ്കിൽ എപ്പോഴും ഫൈറ്റ് അല്ലേ നമ്മൾ ഓപ്പോസിറ്റ്. പക്ഷെ പ്രൊഫഷണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വക്കേറ്റ്സ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് അഡ്വക്കേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അത് വേറെ. ഇപ്പം എന്തെങ്കിലും പറഞ്ഞ വക്കീലന്മാർ പൊതുസമൂഹത്തിൻ്റെ മുമ്പ് എപ്പോഴും കള്ളന്മാർ മറ്റത്. പിന്നെ നമ്മളിപ്പോൾ ഇത് തൊഴിലായിട്ട് പോലും ആൾക്കാർ കരുതുന്നില്ല. എല്ലാവരും വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പിടിച്ചുപറിക്കാരന്മാരെ പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലും പെട്രോൾ അടിക്കണമെങ്കിലും നമുക്ക് കിട്ടുന്ന തൊഴിലാണിത്. പക്ഷെ ഇവരെല്ലാവരും പൊതുസമൂഹം നമ്മൾ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന വേറെ ലെവലിലാണ് കണ്ടുപിടിക്കുന്നത്, കള്ളം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അഡ്വക്കേറ്റ്സ് തമ്മിൽ കൂട്ടുകൂടിയിട്ട് കേസിനെ ബാധിക്കും, ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഭയങ്കര എന്താ പറയുക, കക്ഷികൾക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ട്രെയിൻഡായിട്ട് വരുന്ന ആൾക്കാരാണ് അഡ്വക്കേറ്റ്സ്. പറയുന്നവർ പറയട്ടെ. അല്ല, ശരിയാ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു തോട്ടുണ്ട്. ഒരു കേസുമായിട്ട് വന്ന് അവർ ബയാസ്ഡ് ആയിട്ട് നിൽക്കുമോ എന്നൊക്കെ ഒരു തോട്ടുണ്ട്. അത് പറഞ്ഞത് നന്നായി. മാമിന് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസാണ്, ഭയങ്കര ഹോണ്ട് ചെയ്ത് ഭയങ്കര ടോർച്ചറസ് ആയിട്ട്, ഐ മീൻ
മീൻസ് ആ കേസ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ ഒരു കേസ് ഉണ്ടാവും. ഇപ്പോഴും ട്രയലിലോട്ട് പോകുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ആവാണ്ടാണ് ട്രയലിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കേസുകളും എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് ഇങ്ങനെ ചെയ്യണം, അപ്പോഴേക്കും അപ്പുറത്ത് കുറേ എവിഡൻസുകൾ കൊണ്ടുവരും. ഏത് കേസാണെങ്കിൽ ട്രയലിൽ പോകുന്ന കേസ്, വിചാരണ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ. അപ്പോൾ ഓരോ കേസുകളും അത്രയും ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് 1 മാസം ഇങ്ങനെ തുടരെ നിൽക്കും. ചിലപ്പോൾ അടുപ്പിച്ച് പോസ്റ്റിംഗ് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നമുക്ക് തെളിവെടുപ്പും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കേസുകളും ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. പിന്നെ അത്ര ഭയങ്കര ഹെക്ടിക്കായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന കേസുകൾ എനിക്ക് ഇപ്പം വരാറില്ല. ജൂനിയർ ആയിരിക്കുന്ന സമയത്ത് ഇത്തിരി അറിവില്ലായ്മയൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പം മറ്റേന്ന് കുറച്ചുകൂടെയൊക്കെ ഇതാണ്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും നമ്മുടെ ഭാഗം ജയിക്കണമല്ലോ. ജയിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇനി ഫ്യൂച്ചറിലൊരു കേസ് വരുവാണ്, അഞ്ജലിക്ക് അതിൻ്റെ വാദിഭാഗവും മാമിന് അതിൻ്റെ പ്രതിഭാഗവും കിട്ടി എന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. ബാർ കൗൺസിൽ വന്നിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു ഭാഷ്യ സിനിമ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ്, ഫ്ലോപ്പായി പോയി. ഓക്കെ, ശരിക്കും അറിവില്ലായ്മയാണ് അതൊക്കെ വന്നിട്ട്. നമുക്കങ്ങനെ നമ്മുടെ പേഴ്സണൽ കേസുകളും എടുക്കാൻ പാടില്ല. പിന്നെ അതേപോലെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ റിലേറ്റീവ്സ്, കാരണം ബയസ്ഡ് ആവും നമ്മൾ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് ഇവൾ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോഴേക്കും അവൾ അഡ്വക്കേറ്റ് അഞ്ജലി റോയ് എന്ന് കാണാൻ പറ്റില്ല. എത്രയൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മോളാണ്. അങ്ങനെ നമ്മൾ മനുഷ്യരല്ലേ. അങ്ങനത്തെ ഒരു നമുക്ക് എപ്പോഴും നല്ല ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് നമ്മൾ അഡ്വക്കേറ്റ്സ് ആക്റ്റിൽ തന്നെ പറയുന്നത്. അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ആ വാശ സിനിമയിൽ എന്താണ് അങ്ങനെ എടുത്തതെന്ന് എനിക്കറിയത്തില്ല. നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. കേസ് ഡിസ്കസ് ചെയ്യാറുണ്ടോ നിങ്ങൾ രണ്ടുപേരും? അതായത് അഞ്ജലിയുടെ ഫ്രണ്ട്സിനൊക്കെ വരുന്ന കേസും, അതായത് കേസായിട്ട് വരുന്നതല്ലടാ, ഫ്രീ ലീഗൽ അഡ്വൈസ് ആണ്. അവിടെ ഏതെങ്കിലും കൂട്ടുകാർ എന്തെങ്കിലും കഴിക്കും അവിടെ എന്നെ വിളിക്കും. അമ്മ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ ഫ്രീ അതാണ്. ഞാൻ പറഞ്ഞു എൻറോൾ ചെയ്തതിന് ശേഷം കേസ് എടുക്കുവാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ 50% ഓഫർ. അല്ലാതെ ഈ സെഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണോ രണ്ടുപേരും? ഞാൻ കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മാറ്റേഴ്സ് വരണ സമയത്ത് എനിക്ക് അങ്ങനെ ഉള്ളിൽ കിടക്കും ആ സാധനം. ചില കേസുകൾ ഇങ്ങനെ പോവാതെ കിടക്കും. അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് പറയും ഇന്ന് വന്നൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പം എന്താ ഇത് കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊക്കെ എപ്പോഴും ഉള്ളോടത്ത് എല്ലാം വന്ന കേസുകളെ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അഞ്ജലിയുടെ എന്തെങ്കിലും വ്യൂ പോയിന്റ്സ് ഒക്കെ അതിൽ കേൾക്കുമ്പോൾ ഓക്കെ ഷീ ഈസ് മെന്റ് ടു ബി എ ലോയർ, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് ഞാൻ കാണാത്ത ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവളുടെ വ്യൂ. ഞാൻ പറഞ്ഞില്ലേ ഇവർ കുറച്ചുകൂടെയൊക്കെ ഇമോഷൻസിനെക്കാളും ഒക്കെ നല്ല രീതിയിൽ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഇവർ സംസാരിക്കുക അല്ലെങ്കിൽ എന്തോ എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും 2 തല വർക്ക് ആവും. ഇപ്പോൾ 2 തലയല്ല, എൻ്റെ ഓഫീസിൽ അത്രയും ജൂനിയേഴ്സ് ഉണ്ട്. എൻ്റെ ട്രിവാൻഡ്രം ഓഫീസിൽ തന്നെ 9 പേരുണ്ട്. അപ്പോൾ പിള്ളേരോട് ഞാൻ പറയും എല്ലാം മാഡം ഓൾവേസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കരുത്. പൊട്ടത്തനങ്ങളും ഞാൻ കാണിച്ചു തന്നിരിക്കും. നിങ്ങളും പറഞ്ഞതാ, നിങ്ങളും എന്നോട് ആർഗ്യൂ വിത്ത് മീ എന്ന് പറയും എപ്പോഴും. കേസുകളെ കുറിച്ച് പറയുമ്പോഴേ എല്ലാം യെസ് മാം എന്ന് പറഞ്ഞ് നിൽക്കണ്ട. എന്നോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യൂ. എന്നോട് ഇല്ല മാം അത് ശരിയല്ല എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് ഇങ്ങനെ പോകണം എന്ന് പറയുന്ന ജൂനിയേഴ്സിനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. കുട്ടികൾ അങ്ങനെയാണ്, അവരവരുടെ ഇതൊക്കെ പറയും. ഇപ്പോൾ ഒരു ദിവസം അഞ്ജലി വന്ന് പറയുവാണ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ കുറേ നോക്കി, എന്നെക്കൊണ്ട് ഒരു നിവർത്തിയില്ല എനിക്ക്, അതുകൊണ്ട് അമ്മ എനിക്കൊരു അറേഞ്ച്ഡ് മാരേജിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറയുക, എന്തായിരിക്കും മാമിൻ്റെ ഒരു? അവള് വന്നിട്ട് നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ സെലക്ട് ചെയ്യാൻ കറക്റ്റ് ഉറപ്പായിട്ട് ഞാൻ അവളെ സഹായിക്കും. ഏത് ഏജ് ആയിരിക്കും? എന്തായാലും മാമിനൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ ഇന്ന ഏജിലാണ്. ഇവള് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്, ഇവളുടെ ഞാൻ പറയുന്നതാണ്, എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെൽഫായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു ഏജ് ആയിരിക്കും. പിന്നെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും 30 അല്ലെങ്കിൽ 25 ഇങ്ങനെ പറയില്ല. മെച്യൂരിറ്റി ഡസൻ കംസ് വിത്ത് ഏജ് എന്ന് പറയുന്ന പോലെ അത് ചിലരെന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും പെമ്പിള്ളേർ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് നടത്തുന്ന കാര്യങ്ങളെല്ലാം പ്രാപ്തിയോടെ നിൽക്കാൻ പറ്റുന്നവർക്ക് ചിലപ്പോൾ ഒരു മാരേജ് സക്സസ് ആവുമായിരിക്കും. എന്നാൽ 30 വയസ്സായാലും വീട്ടിലിരുന്നിട്ട് മറ്റേ അമ്മയുടെ അച്ഛനെ നിന്ന് മാച്ച് ലിപ്സ്റ്റിക് ഇട്ടോ നടക്കുന്ന പെണ്ണിന് കല്യാണം കഴിക്കാനും പറ്റില്ല. മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഏജ് അല്ല വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ പക്വതയോടെ നോക്കാൻ പറ്റുന്നത്, എടുക്കാൻ പറ്റുന്നത്, ഈവൺ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ കല്യാണം പെണ്ണ് കാണാൻ വരുമ്പോൾ ബാക്കിൽ കയറി വിളിച്ച് എന്നിട്ട് അച്ഛൻ നോക്കുക അമ്മ നോക്കുക എന്ന് പറയണതല്ലാതെ
എൻ്റെ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മ എനിക്ക് പറ്റുന്ന എന്തായാലും അവൾ സെലക്ട് ചെയ്യട്ടെ എന്ന് തന്നെയായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അതർവൈസ് ഡെഫിനറ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യും. അതല്ലാതെ ഒരിക്കലും ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ട് ഇത് നോക്കുക എന്ന് പറയില്ല. ഒരുമിച്ച് നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ? അഞ്ജലിയുടെ ഒരു അഭിപ്രായം എന്താ? വാട്ട് ഇസ് ദ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരീഡ്? ദർ ഇസ് ലൈക്ക് നോ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരീഡ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എൻ്റെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതെല്ലാം എന്ന് ടിക്കായി വരുന്നോ അന്ന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡി ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് അബൌട്ട് ഡിപ്പെൻസ് ഓൺ ദ പാർട്ട്ണർ ഓൾസോ. എന്നെ എങ്ങനെയാണ് ഹൗ ഹീ ഈസ് മേക്കിംഗ് ഫീൽ അങ്ങനെ, പിന്നെ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാൻഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അത് ഏത് പ്രായത്തിലെല്ലാം ഒരുമിച്ച് വരുന്നോ അന്ന് അഞ്ജലി റോയ് വിൽ ബി റെഡി ടു മാരി. ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് ലോസ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ ലോസ് ആഡ് ഓൺ ചെയ്യണമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ടോ? പഴയ ലോസാണ് ഇപ്പം നിലവിലുള്ള മാരേജ് ആക്ട് എല്ലാം. അത് മാറണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു ലോ ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മാരിറ്റൽ റേപ്പ് ഇവിടെ വന്നിട്ട് ഇപ്പം ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അത് ക്രിമിനലൈസ് ചെയ്ത് അതൊരു പണിഷബിൾ ഒഫൻസ് ആക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും സെക്സിനുള്ള ഒരു ലൈസൻസ് അല്ല. അപ്പം റേപ്പിസ്റ്റ് ഓൾവേസ് റേപ്പിസ്റ്റാണ്. അതിപ്പോൾ ഭർത്താവാണെങ്കിൽ റേപ്പ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ നിയമം എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു പണിഷബിൾ ഒഫൻസായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ലാതെ തോന്നിയിട്ടുണ്ട്. മാറണം, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയൊരു ലോസ് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരുടെ കാലഘട്ടത്തിൽ എൻ്റെ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യത്തിന് യോജിച്ച നിയമങ്ങളായിരുന്നു. പുതിയ നിയമങ്ങൾ വരണമെന്നും പുതിയ കാലഘട്ടങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള അമെൻമെൻറ്റ് വരണമെന്നും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ജെൻഡർ ഇക്വാലിറ്റി ഉള്ള, അല്ലാതെ ബാക്കിയുള്ളവർ ഒരു ലോയെ വെപ്പണായിട്ട് ഉപയോഗിക്കാത്ത നിയമങ്ങൾ വരണം. അഞ്ജലിക്ക് എങ്ങനെ ഉണ്ടോ? എനിക്കും തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞത് ആക്ച്വലി അത് ക്രിമിനലൈസ് ചെയ്യേണ്ട ഒരു ഒഫൻസ് തന്നെയാണ്. താലി കെട്ടി എന്ന് പറഞ്ഞ് ഒരാൾക്ക് എന്തും ചെയ്യാമെന്നല്ല. അത് തീർച്ചയായിട്ടും മാറണം. ബാക്കിയുള്ള കൺട്രീസിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ലോ തന്നെ വരണം. പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ലോസ് ചേഞ്ച് ആണ്. കാരണം ഒത്തിരി വർഷങ്ങൾ മുമ്പുള്ള ലോസ് ആണ്. ആൻഡ് ആ സമയത്ത് സ്ത്രീകൾ അത്രയും എംപവേർഡ് അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. സോ അന്ന് സ്ത്രീകളെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പല ലോകളും വന്നത്. അത് ഇപ്പോൾ ഒരു പോയിന്റിൽ സ്ത്രീകൾ അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന പല കേസുകളും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അപ്പം അത് മാറി കുറച്ചും കൂടെ ജെൻഡർ ഈക്വൽ ആയിട്ട്, അമ്മ പറഞ്ഞ പോലെ ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള റോൾസ് വേണം. പുരുഷന്മാരെയും കൺസിഡർ ചെയ്യണം. ഒരാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പണൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലോസ് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഡിവോഴ്സ് റേറ്റ്സ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവോഴ്സ് റേറ്റ് എന്താ ഭാഷയ്ക്ക് പറയണമെങ്കിൽ കല്യാണം നിർത്തണം. അല്ലാതെ കുറയ്ക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം മനസ്സിലാക്കണം. ആ ഡേറ്റിംഗ് കൾച്ചർ വന്നു കഴിഞ്ഞാൽ അതിന് പാരൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മനസ്സിലാക്കി കല്യാണം കഴിക്കാൻ പറ്റും. പിന്നെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കാം. അതൊക്കെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അവർ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്ത് ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. ഈ രണ്ടെണ്ണമാണ് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നത്. കുറച്ചുകൂടെ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതായിരിക്കാം നല്ലത്. അതിപ്പോൾ അറേഞ്ച്ഡ് ആവട്ടെ അല്ലെങ്കിൽ ലവ് ആവട്ടെ, അറിയാമെന്നുള്ളൊരു വ്യക്തിയെ, അതിപ്പോൾ ജാതിയോ മതമോ ഒന്നുമല്ലാതെ ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ, അതായത് നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ എന്ന് അവർക്ക് തന്നെ തോന്നി കല്യാണം കഴിക്കുന്നു. ഇപ്പം പ്രണയിച്ചു പോയി എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കരുത്, സെക്സ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കരുത്. ഇവളാണ് അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ എന്താ പറയില്ലേ, എൻ്റെ വാർദ്ധക്യത്തിലും മരണത്തിലും ഒക്കെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് കല്യാണം കഴിക്കും. ശരിക്കും അങ്ങനെ റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് സ്യൂട്ട് പേഴ്സൺ പറയാമല്ലോ. എനിക്ക് സ്യൂട്ട് ആവുന്ന ഒരു വ്യക്തി. ആർക്കും മിസ്റ്റർ റൈറ്റ് ഒന്നും പെർഫെക്റ്റ് ഒന്നും ആവാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് മറ്റേത് ഒട്ടും സ്യൂട്ട് ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്യൂട്ട് ആവാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അൺകംഫർട്ട് ആവും. നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ബെഡ് വരെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ലൈഫിനകത്തോട്ട് കയറി വരാൻ നിൽക്കുന്ന ഒരു വ്യക്തി അത്രയും നല്ല ഒരു എന്താ വെച്ചാൽ നമുക്ക് സ്യൂട്ട് ആവണ്ടേ. അല്ലാത്ത ഒരു പേഴ്സണെ നമുക്ക് പറ്റില്ല, അത് ഒരാൾക്കും പറ്റില്ല അത്. അപ്പോൾ അങ്ങനെ സ്യൂട്ടബിൾ പേഴ്സണെ തിരഞ്ഞെടുക്കുക. റൈറ്റ് ഒന്നും പറയാൻ പറ്റില്ലായിരിക്കാം. സോ അഞ്ജലിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഡിവോഴ്സ് കുറയ്ക്കാം. നമുക്ക് യോജിച്ച് പോകുന്ന ഒരാളെ നോക്കുക. ഡേറ്റിംഗ് കൾച്ചർ, യെസ്, നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ പോലെ അവരൊരു മാരേജിനോട് പറയുന്നത് ദേ തിങ്ക് എ ലോട്ട്. 100 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു അറേഞ്ച്ഡ് കൾച്ചർ ഒന്നും അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഡസൻ മീൻ ലവ് മാരേജും എൻഡ് അപ്പ് ഇൻ ഡിവോഴ്സ്. സോ ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു
തിങ്ക് എ ലോട്ട് ബിഫോർ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കുക, യെസ് പറയുന്നതിന് മുമ്പേ ആലോചിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുമ്പോഴേക്ക് ചുമ്മാ വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി, ഇപ്പോൾ സെക്സ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് വിൽ യു മാരി മീ എന്ന് ചോദിക്കില്ല. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള അത്രയും ആ വ്യക്തിയുടെ അടുത്ത് തന്നെ, അത് ഒരു പേഴ്സൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ അതത്രയും എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് പറയാം. അതേപോലെ ഒരു പെൺകുട്ടി യെസ് പറയുവാണെങ്കിലും അതും റൈറ്റായിട്ട് എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച് തന്നെ പറയുക യെസ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയുള്ള യങ്സ്റ്റേഴ്സിനടുത്ത് പറയുന്നതാണ്. കാഷ്വൽ ഹുക്കപ്സിൻ്റെയൊക്കെ കാലമാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് സൂക്ഷിച്ച്, മാരേജ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതാണ് വേറൊരു ലെവലാണ്. പ്രണയത്തിന് വേറെ ലെവല്, മാരേജ് ഭയങ്കര വേറൊരു സംഭവമാണ്. നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോവാ. കാരണം നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു ഹണിമൂൺ ഫേസ് ആണ്. അപ്പൊ ആ ഒരു ഇതിൽ മജയിലായിരിക്കും അവര് മാരേജിൽ പോവുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. വേറൊരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വരും. ഫാമിലീസിന്റെ സ്പാർക്കും എക്സൈറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലെവല് വരും അല്ലേ? അപ്പൊ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. എനിക്ക് ഡേറ്റിംഗ് കൾച്ചർ ഒരു പരിധി വരെ കുറയ്ക്കാം അല്ലേ? ഒരു പരിധി വരെ എക്സ്റ്റെൻഡ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആക്കാൻ. ബാക്കിയുള്ളവർ മിസ്യൂസ് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? ആ ഒരു കൾച്ചർ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറെ ഷിപ്പുകളുണ്ട്. അതെ അതെ, ഒരുപാട് ഷിപ്പുകളുണ്ട്. സോ ഞങ്ങൾക്ക് അന്ന കാലത്ത് ഒരു ഷിപ്പേ ഉള്ളൂ. പ്രണയിക്കുക, കല്യാണം കഴിക്കുക, ഇതിന്റെ ഇടയിൽ ഒരു ഷിപ്പും ഇല്ല. അതിൻ്റെ ഇടയിൽ പിന്നെ മാനസമൈനെ പാടി നടക്കുക, അതേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഷിപ്പൊക്കെ ഇപ്പൊ കാണുമ്പോ എന്താ തോന്നുന്നത്? എനിക്ക് അതിനോടങ്ങനെ ഇല്ല. കാരണം ചൂഷണം എനിക്കിഷ്ടമില്ല. എന്താണെങ്കിലും ഇപ്പോൾ എന്താ പറയില്ലേ, മറ്റേ സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ മേക്ക് ഇറ്റ് ക്ലിയർ, ഇറ്റ്സ് എ സിറ്റുവേഷൻഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ മേക്ക് ഇറ്റ് ക്ലിയർ, സിറ്റുവേഷൻഷിപ്പ്. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാക്കി മറ്റേ ആളെയും കൂടെ പറ്റിച്ച് അങ്ങനത്തെ ഇതൊന്നും, ആ ഷിപ്പുകളൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങൾക്ക് നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മേക്ക് ഇറ്റ് ക്ലിയർ. മറ്റേ ഒരാളെ കൺഫ്യൂസ്ഡ് ആക്കി മറ്റൊരാളെ ഹേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ. എന്റെ ജനറേഷനിലുള്ള പല ആൾക്കാർക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ പല ഷിപ്പുകളോടും യോജിച്ചു പോകാൻ പറ്റാത്തില്ല. ഞങ്ങളൊക്കെ ജന്മം കൊണ്ട് ജെൻസി ആണെങ്കിലും കർമ്മം കൊണ്ട് മിലീനിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് കണ്ടുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ പോലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അവർ കാണുകയാണെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നതിനും നിങ്ങളുടെ എത്രയും, എനിക്കറിയാം മാമിൻ്റെ തിരക്ക് എന്താണെന്നുള്ളത് അറിയാം, അതിൻ്റെ ഇടയിൽ ഇത്രയും സമയം തന്നതിന് ഒരുപാട് നന്ദി. അമ്മയുടെ ഒരു ലെഗസി അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് ഇപ്പം ആ ഒരു വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അതേപോലെ തന്നെ വിത്തൗട്ട് എനി എംപത്തിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ട്. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രുതി. ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. വീട്ടിലിരുന്ന് സംസാരിക്കണ പോലെ ഞാനും മോളും ശ്രുതിയായിട്ടിരുന്ന് അങ്ങനെ സംസാരിക്കണ പോലെയാണത്. ഭയങ്കര കംഫർട്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. പിന്നെന്താ, അത്രേ ഉള്ളൂ. എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.